ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നതിന്റെ ഭാഗമായി ട്രയൽ റൺ നടന്നു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്ത നഗരത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. DGP റവാഡ ചന്ദ്രശേഖർ ഗുരുവായൂരിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ക്ഷേത്രത്തിനകത്തും ശ്രീവത്സത്തിലും അദ്ദേഹം പരിശോധന നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800ഓളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷാ ചുമതലയുള്ള നോർത്ത് സോൺ IG രാജ്പാൽ മീണ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ എന്നിവരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ക്ഷേത്രത്തിലേക്കും ശ്രീവത്സം അതിഥി മന്ദിരത്തിലേക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടർ കവാടം സ്ഥാപിച്ചു. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ക്ഷേത്രനടയിലെ കടകളിൽ കയറി പരിശോധന നടത്തി. നാളെ രാവിലെ 8:40 പത്നി സുദേശ ധൻകറിനൊപ്പം ഉപരാഷ്ട്രപതി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കൂടെയുണ്ടാകും. ഹെലിപാഡിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്വീകരിക്കും. കാർ മാർഗം 9 ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ ചേർന്ന് സ്വീകരിക്കും. 5 മിനിറ്റ് നേരത്തെ വിശ്രമത്തിനു ശേഷം ദേവസ്വം ബഗ്ഗിയിൽ ക്ഷേത്രത്തിലെത്തും. ദർശനം കഴിഞ്ഞ 9:30 മടങ്ങും. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനത്തിനും റോഡിൽ ഗതാഗതത്തിനും നിയന്ത്രണമുണ്ടാകും. അതിഥി മന്ദിരത്തിൽ നിന്ന് തെക്കേ നടയിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെ ഇരുഭാഗത്തുമുള്ള കടകൾക്ക് തുറക്കാൻ അനുമതിയില്ല. ഈ ഭാഗം തുണി കെട്ടിമറയ്ക്കും. ക്ഷേത്രനഗരിയിലെ ലോഡ്ജുകളിൽ താമസിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഉപരാഷ്ട്രപതി മടങ്ങുന്നതുവരെ പ്രൈവറ്റ് ഹെലികോപ്റ്റർ, ഡ്രോൺ തുടങ്ങിയവ പറത്തുന്നത് നിരോധിച്ച ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.